സാർ നമസ്കാരം. നവംബർ പകുതിയോടുകൂടി സോണിയാഗാന്ധിയുടെ ജീവചരിത്രം മറ്റൊരാൾ എഴുതിയതാണ്, പുറത്തു വരികയാണ്. ബിലോങ്ങിങ് എന്നാണ് ആ പുസ്തകത്തിന്റെ പേര്. ആ പുസ്തകത്തിന്റെ പേര് തന്നെ വളരെ കൗതുകകരമാണ്. ബിലോങ്ങിങ് എന്ന് പറഞ്ഞാൽ ഉൾപ്പെടുക എന്നുള്ളതാണ് അതിന്റെ പദ തർജിമ. പക്ഷേ ഭാരതത്തിലെത്തി ഭാരതീയയായി താൻ എങ്ങനെ മാറി എന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു ചരിത്രം കൂടിയാണ് അതെന്നാണ് ഇപ്പോൾ പറയുന്നത്. ആ പുസ്തകത്തെക്കുറിച്ച് സാർ അറിഞ്ഞല്ലോ അല്ലേ? നവംബർ 16 അടുത്ത ആഴ്ചയല്ല, നവംബർ 16 തീയതിയാണ് അതിന്റെ ഒഫീഷ്യൽ റിലീസിങ്. ഏതാണ്ട് 544 പേജുണ്ട്. അതിൽ പറയുന്നത് അവരുടെ ജനനം മുതൽ, അതിൽ ലൂയിസിയാനയാണോ അവർ ജന്മസ്ഥലം എന്ന് പറയുന്നതെന്ന് അറിയാൻ വലിയ കൗതുകമുണ്ട്. അവരിപ്പോൾ മറ്റൊരു സ്ഥലമാണ് പറയുന്നത്, ബെൻസാനിയോ ഒക്കെയാണ് പറയുന്നത്. അപ്പോൾ എന്തു തോന്നുന്നു സോണിയാഗാന്ധിയുടെ ജീവചരിത്രം പുറത്തു വരുന്നതിനെ? എനിക്ക് സോണിയാഗാന്ധിയെക്കാളും അവരുടെ മകൻ പറഞ്ഞാണ് പുസ്തകത്തെ പറ്റി ഇപ്പോഴത്തെ. തീർച്ചയായിട്ടും അമ്മ എത്രമാത്രം സഹിച്ചു എന്ന് ഞങ്ങൾക്കേ അറിയൂ എന്ന് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രസക്തമാണ്. എത്രമാത്രമാണ് ഭാരതത്തിലെ ജനങ്ങൾ നിങ്ങളെ സഹിക്കുന്നത്, നിങ്ങളെ സഹിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങളുടെ അച്ഛൻ രാജീവ് ഗാന്ധി മരിച്ചത്? ഭീകരവാദികളല്ലേ കൊന്നത്? ഹിന്ദു മതത്തിൽപ്പെട്ടവരോ അല്ലെങ്കിൽ ഇസ്ലാം മതത്തിൽപ്പെട്ടവരോ ആയിരിക്കട്ടെ, അല്ലെങ്കിൽ വേറൊരു വിഭാഗത്തിൽപ്പെട്ടവരായിരിക്കട്ടെ, ഭീകരവാദികളുടെ കൈകൾ കൊണ്ടേറ്റ മരണമാണ്. ആ മരണമാണല്ലോ അതിന്റെ വേദന നിങ്ങൾക്കറിയാം. ഇതേ ഭീകരവാദികൾ ആയിരക്കണക്കിന് ഹിന്ദു പണ്ഡിറ്റുകളെ ജമ്മു കാശ്മീരിന്റെ താഴ്വരയിലിട്ട് കൊന്നു. ആ ഓരോ കുടുംബങ്ങളും ഇതുപോലുള്ള വേദന അനുഭവിക്കുന്നുണ്ടോ നിങ്ങൾ എന്തെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ? നിങ്ങളൊരു ജോഡോ യാത്ര നടത്തി കാശ്മീരിന്റെ താഴ്വരയിലോട്ട് പോയപ്പോൾ അവിടെ താഴ്വരയിൽ ഒരു ഭീകരൻ നിന്ന് നിങ്ങൾക്ക് അങ്ങ് സഹതാപവും അനുതാപവും എല്ലാം കൂടി ഇങ്ങനെ ഒഴുകി വന്നു. മരിച്ച കുട്ടികളെ പറ്റി, മരിച്ച പണ്ഡിറ്റുകളെ പറ്റി, അവിടുന്ന് പലായനം ചെയ്ത് അനാഥരായി ഡൽഹിയിൽ കഴിയുന്ന ആളുകളുടെ വേദനകളെ പറ്റി ഒരു വാക്ക് നിങ്ങൾ പറഞ്ഞില്ല. നിങ്ങളുടെ അമ്മയുടെ കണ്ണീര്, ഇതാണ് നിങ്ങളുടെ പ്രശ്നം. ഡൈനാസ്റ്റി, അവരുടെ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾ മാത്രമേ അറിയുള്ളൂ. കുടുംബത്തില് പൊന്നോമന പുത്രത്തിന് ഭാരതത്തിന്റെ പ്രധാനമന്ത്രിയുടെ മയൂര സിംഹാസനം കിട്ടണം. അതിനുവേണ്ടിയാണ് ഇപ്പൊ കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം അങ്ങനെ ആക്കിയിരിക്കുന്നു. അപ്പൊ പുസ്തകം എഴുതുന്നത് സ്വാഭാവികമായിട്ടും സ്വന്തം സ്വകാര്യങ്ങളെ കുറിച്ച് മാത്രമാണ്. എന്നാൽ ഇത് സത്യസന്ധമാണോ എങ്കിലും കുഴപ്പമില്ലായിരുന്നു. ഇതിൽ കാപഢ്യത്തിൻ്റെതായിട്ടുള്ള കാര്യങ്ങളുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു. എന്നോട് ചേർത്ത് ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി, അദ്ദേഹം കോൺഗ്രസ്സുകാരനായിരുന്ന ബുദ്ധിമാനായിട്ടുള്ള കേന്ദ്രമന്ത്രിയായിരുന്ന ഡോക്ടർ സുബ്രഹ്മണ്യൻ സ്വാമി അല്ലേ, അദ്ദേഹം എഴുതിയ പുസ്തകം ഹെർ ലൈഫ് അല്ല, ആദ്യം പേര് പറയുന്നുണ്ട് സോണിയാഗാന്ധി. ഹെർ ലൈസ് എന്ന് പറഞ്ഞ കള്ളങ്ങൾ, ഹെർ മാനിപ്പുലേഷൻസ്, കൈകൾ കുത്തിത്തിരിപ്പ്, ഉപജാപങ്ങൾ. ഇതാണ് അവരെ പറ്റി പറഞ്ഞിരിക്കുന്നത്. എന്തെല്ലാം ഉപജാപങ്ങൾ. ഞാനൊരൊറ്റ കാര്യം മാത്രം പറയാം. ഞാൻ നേരിട്ട് കണ്ടു. ഇതിന് സ്വാമി പറഞ്ഞതിനൊന്നും എനിക്കറിയില്ല, പക്ഷെ അദ്ദേഹം തെളിവ് വിളിച്ചാണ് ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് അറിയുന്നത് പോലെ. വളരെ ബുദ്ധിമാനാണ്. എനിക്ക് അത്രയൊന്നും നമുക്ക് സ്വാമിയുടെ സോണിയാഗാന്ധിയെ കുറിച്ചുള്ള അഭിപ്രായത്തിന്റെ വീഡിയോ. ഞാൻ ജനതാ പാർട്ടി ഭരണകാലത്ത് ഇന്ത്യൻ എക്സ്പ്രസിലായിരുന്നു. അന്ന് ഹൈദരാബാദിൽ വെച്ച് അന്നത്തെ ഇൻഫർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് മിനിസ്റ്റർ ആയിരുന്ന ഉപേന്ദ്രയുമായിട്ടുള്ള ഇവരുടെ ഒരു ഒരു ഇത് കണ്ടു. ഉപേന്ദ്ര വളരെ വിനയപൂർവ്വം രാജീവ് ഗാന്ധിയുടെ പത്നി എന്നുള്ള നിലയിൽ ഇവരെ അഭിവാദ്യം ചെയ്യാൻ ചെന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ചെവിയിലേക്ക് ഇവർ രഹസ്യമായിട്ടും എന്നാൽ കർക്കശമായിട്ടും പറഞ്ഞ കാര്യം എന്തെന്നറിയാമോ? ഐ വിൽ സീ യുവർ എൻഡ്. പരിഭ്രമിച്ചു പോയി ഉപേന്ദ്ര. ഓർക്കാപ്പുറത്തുള്ള ഒരു അടിയായിരുന്നത്. അപ്പോൾ വ്യക്തിപരമായിട്ടാണ് സോണിയാഗാന്ധി പൊളിറ്റിക്സിനെ കാണുന്നതെന്നുള്ളത് വളരെ വ്യക്തമാണ്. വളരെ വ്യക്തമായിട്ടുള്ള ഒരു കാര്യമാണ്. തൻ്റെ അധികാരം, തൻ്റെ കുടുംബം, തൻ്റെ സ്നേഹം, ഇതൊക്കെയാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പ്രഥമ ദൃഷ്ടിയ നമുക്ക് പറയാൻ കഴിയും. അവരിപ്പോൾ അവകാശപ്പെടുന്നത് അവർ ജനിച്ചത് ബെൻസാനിയോ എന്ന് പറയുന്ന ഇറ്റലിയിലെ സ്ഥലത്താണ്. ബെൻസാനിയോ. പക്ഷേ ഇത് തന്നെ കാപട്യമാണ്. സുബ്രഹ്മണ്യൻ സ്വാമി പറഞ്ഞിട്ടുണ്ട്. അവർ വാസ്തവത്തിൽ ജനിച്ചത് ഇറ്റലിയിലെ സ്വിറ്റ്സർലൻഡിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമായിട്ടുള്ള ലൂസിയാന എന്ന പ്രദേശത്താണ് എന്നാണ് പറയുന്നത്. കാരണം ലൂസിയാന എന്ന് പറയുന്ന സ്ഥലത്താണെന്നാണ് പറയുന്നത്. കാര്യം എന്താ? അദ്ദേഹം അത് മറച്ചു വെച്ചത് എന്തിനാ? മറച്ചു വെച്ചതിന് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ തിരുട ഗ്രാമം എന്ന് പറയുന്ന പോലെ ഒരു തിരുട ഗ്രാമം ഉണ്ടല്ലോ, തിരുടന്മാര് മാത്രം തന്റെ സ്ഥലം അതാണ് പറയുന്നത് പോലെ അവിടെ നാസികളുടെയും ഫാഷിസ്റ്റുകളുടെയും
ഒരു കേന്ദ്രമായിരുന്നു. ഇന്ന് കുപ്രസിദ്ധമാണ്, അന്ന് പ്രസിദ്ധമായിരുന്നു. നമുക്കറിയാം മുസോളിനിയുടെ ഒക്കെ ഒരു കാലം. ആ മുസോളിനിയുടെ കാലത്ത് അങ്ങനെയുള്ള ആൾക്കാർ കൊലപാതകങ്ങളും ഒക്കെയായിട്ട് നടന്നിരുന്ന പ്രഭുക്കന്മാർ കൊലപാതകം നടത്തുന്ന ഫ്യൂഡലിസത്തിന്റെ അതുപോലെ ഫാഷിസത്തിന്റെ ഒക്കെ വലിയൊരു കേന്ദ്രമായിരുന്ന സ്ഥലമാണ്. നൊട്ടോറിയസ് ആണ്. അതുകൊണ്ടാണ് അവരുടെ അച്ഛൻ അവിടുത്തെ ഒരു നാസി പ്രവർത്തകൻ തന്നെയായിരുന്നു, നാസി പ്രവർത്തകനായിരുന്നു. അതിനെ തുടർന്ന് ഇവര് റഷ്യൻ പട്ടാളം നേർക്കുനേർ നിന്ന് ഈ നാസികളോട് പോരാടിയത് ശരിക്കും പറഞ്ഞ റഷ്യക്കാരെ ബോംബ് കൊണ്ടല്ല, സ്വന്തം കഴിവ് കൊണ്ട്. ജനറൽ കുട്ടുസോവിന്റെ നേതൃത്വത്തിൽ നടന്ന ആ നേരെ അവരെ അവിടെ തകർത്തത് കളഞ്ഞ തരത്തിലുള്ള ഒരു സമരമുഖം അവർ തുറന്നു. അങ്ങനെ തുറന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവര് ഈ ലൂസിയാന എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് ഇവരുടെ അച്ഛനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് റഷ്യൻ ജയിലിട്ടത്. ഒരുപക്ഷെ ആ സമയത്ത് ഇവരെ കഷ്ടപ്പെട്ട് കാണും. ഇന്ത്യയിൽ വന്നിട്ട് കഷ്ടപ്പെടുക എന്നുണ്ടായിട്ടില്ല. കഷ്ടപ്പെട്ടത് രാജീവ് ഗാന്ധി മരിക്കുന്നത് നമ്മുടെ എല്ലാം ദുഃഖമാണ്, ഇന്ദിരാഗാന്ധി മരിക്കുന്നത് നമ്മുടെ എല്ലാം ദുഃഖമാണ്. ആ ഇന്ദിരാഗാന്ധിയെ കൊന്ന ആരാ? വിശ്വസ്തനായിട്ടുള്ള സെക്യൂരിറ്റി ആയിട്ടുള്ള ബിയാൻ സിംഗ് അല്ലേ കൊന്നത്? അദ്ദേഹം ആണ് പുറകിൽ നിന്ന് വെടിവെച്ച് കൊന്നു. അതെന്തിനാ? അവരുടെ ക്ഷേത്രത്തിൽ പോയി ആക്രമണം നടത്തി. അവരുടെ ക്ഷേത്രത്തിൽ പോയി ആക്രമണം നടത്തി. ഏതെങ്കിലും ഒരു മുസ്ലിമിന്റെ ക്ഷേത്രത്തിൽ പോയി ആക്രമണം നടത്താൻ ഇന്ത്യയിലെ ഏതെങ്കിലും ഭരണകൂടം എന്തെങ്കിലും നടയാറിട്ടുണ്ടോ? മാത്രമല്ല പലായനം ചെയ്ത് പാകിസ്ഥാനിൽ വന്ന ആളുകൾ അഭയം തേടി അവിടെ പോയപ്പോ അവിടെ നിന്ന് ഇറങ്ങിപ്പോവാനല്ലേ മഹാത്മാഗാന്ധി പറഞ്ഞത്. അപ്പോ അതിന്റെ എന്നിട്ട് 2000 പേരെ ഡൽഹിയിൽ കൊന്നു. 2000-ഓളം പേരെ ഡൽഹിയിൽ വെച്ച് കൊന്നു. സിഖുകാരുടെ കാര്യമല്ല സർ, അത് പക്ഷെ ഔദ്യോഗിക കണക്കാണ്. പക്ഷേ നമ്മുടെ ചരിത്രകാരന്മാർ പറയുന്ന 10,000-നും മുകളിലുള്ള സിഖുകാരുടെ കൂട്ടക്കൊല അവിടെ നടന്നിട്ടുണ്ടെന്നാണ്. 2000 ഔദ്യോഗിക കണക്കുകളാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിയുടെ പിതാവായ രാജീവ് ഗാന്ധിയുടെ പ്രതികരണം ഒരു വൻമരം വീഴുമ്പോൾ ഒരു ഭൂമി കുലുക്കവും ചെറിയ മരങ്ങളെല്ലാം നശിച്ചു പോകുന്നതുമൊക്കെ സ്വാഭാവികമാണ് എന്നുള്ള നിലയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. വളരെ ക്രൂരമായൊരു പ്രതികരണമായിരുന്നു. അതെ, ഇറ്റാലിയൻ സിറ്റിസൺ ആണ്. ആ ഇറ്റാലിയൻ സിറ്റിസൺ ആയിട്ട് അച്ഛൻ ജയിലിൽ പോയപ്പോൾ സ്വാഭാവികമായിട്ടും അവരങ്ങനെയാണ് ബ്രിട്ടനിലേക്ക് അഭയാർത്ഥിയായിട്ട് വരുന്നത്. ബ്രിട്ടനിലേക്ക് പോയി കഴിഞ്ഞപ്പോൾ ശരിയാണ്, അത് സാമ്പത്തിക പ്രശ്നങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവുമല്ലോ. അങ്ങനെയുള്ളൊരു കാലത്താണ് അവരവിടേക്ക് പോയത്. 1963 മുതൽ 68 വരെ ഈ അദ്ദേഹം അവരുടെ അച്ഛൻ ജയിലിലായിരുന്നു. ജയിലിലായതിനു ശേഷം പിന്നീട് അദ്ദേഹം അവരോട് മാപ്പ് പറഞ്ഞു, ഞാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിക്കാം എന്ന് വാക്കു കൊടുത്തിട്ടാണ് അവിടെ നിന്ന് തിരിച്ച് അദ്ദേഹം മോചനം നേടിക്കിട്ട് വന്നത്. ആ സമയത്തും ഇവര് അവിടെ ലണ്ടനിൽ പോയിട്ട് കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയുടെ പരിസരത്തുള്ള ഒരു സ്കൂളിൽ പോയിട്ട് അത്യാവശ്യം മുറിവാക്കുകൾ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ വേണ്ടി പഠിച്ചു. സ്പോക്കൺ ഇംഗ്ലീഷ് സ്കൂൾ എന്ന് വേണമെങ്കിൽ പറയാം നമുക്ക്. നമ്മുടെ ഇവിടെ ഉണ്ട്. അതുപോലെ പാവപ്പെട്ട നഴ്സുമാർക്കൊക്കെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു കൊടുക്കുന്ന സ്ഥാപനങ്ങളുണ്ട്. വലിയ ഈ പറയുന്ന സ്ഥാപനങ്ങളെ പോലെ പണമൊന്നും ഇല്ലാതെ തന്നെ ഫീസ് കൊടുത്ത് അടിസ്ഥാനപരമായിട്ട് നമ്മുടെ നാടോടിക്കാറ്റ് സിനിമയിൽ ഗഫൂർ ഖാ ദോസ്ത് പറയുന്ന പോലെ അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം, ഇത് പഠിച്ചാൽ മതി എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ പോലെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു എന്ന് പറയുന്ന സംഭവമാണ് ഉണ്ടായത്. ഈ അതിനൊന്നും നമ്മൾ കുറ്റപ്പെടുത്തല്ല. അവരുടെ ദാരിദ്ര്യം, ഇങ്ങനെ ദാരിദ്ര്യം അനേകം പേര് ഇപ്പോഴും നമ്മൾ ഇന്ത്യക്കാരായിട്ടുള്ള ആൾക്കാരും അവിടെ തന്നെ ഉണ്ട്. നമ്മൾ അതും കൂടെ മനസ്സിലാക്കണം. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്നാണ് അവിടെ പിന്നെ അവര് ഹോട്ടലിലെ ഡാൻസറായി തീർന്നു എന്ന് സുബ്രഹ്മണ്യൻ സ്വാമി പറയുന്നത്. ഞാൻ പറയുന്നത് ഇതൊന്നും ഞാൻ കണ്ടു. സുബ്രഹ്മണ്യ സ്വാമി ഡാൻസർ, ക്യാബറേ ഡാൻസർ എന്ന് മാത്രമല്ല സാർ, അത് നമുക്ക് ആ ഒരു വീഡിയോ കാണിക്കും. വേറൊരു വാക്ക് ഉപയോഗിക്കുന്നുണ്ട്, അത് നിങ്ങൾ തന്നെ കേട്ടോളൂ. അദ്ദേഹം തന്നെ പറയട്ടെ, ഞങ്ങളായിട്ട് പറയുന്നില്ല. ശരിയല്ല. ആ വീഡിയോ ഒന്ന് കണ്ടോളൂ. सोनिया गांधी का अभी इसने मुझे पूछा कि वो अग्रवाल ने कहा मोदी तो चाय बेचता था, वो कैसा प्राइम मिनिस्टर बन सकता है? तो मैंने कहा उससे पूछो कि सोनिया गांधी क्या काम कर रही थी 1963 से 1968। मैं आपको बता सकता हूँ यहाँ, वो तो वैश्या थी और एक पाकिस्तानी एस्कॉर्ट एजेंसी की काम कर रही है। ये अभी नहीं आता है, मैं 1000 बार बोलूँगा नहीं, मैंने वेबसाइट में तो डाल दिया है नो योर सोनिया। हाँ, नो योर सोनिया, बट अभी आता नहीं है और इसको हिम्मत है कि पूछने वाला। अब അതുവരെ ഉണ്ട്. എന്നിട്ട് മാനനഷ്ടത്തിന് അദ്ദേഹത്തിനെതിരെ ഒരു കേസും കൊടുത്തിട്ടില്ല. അപ്പൊ ഇങ്ങനെ ഒരാൾ, ഈ ആള് തന്നെയാണ് ഞാൻ അധികാരം ത്യജിച്ചു എന്നൊക്കെ പറയുന്നത്. അധികാരം ത്യജിച്ചില്ലൊരിക്കലും. ഇവർ അധികാരം ത്യജിച്ചിട്ടില്ല. നമുക്ക് അതിനു വേണ്ടിയിട്ട് എനിക്ക് തോന്നുന്നു 18 മെയ് 2004 കൃത്യം 12:15 പോവുക. അന്ന് 5 മണിക്ക് കാണാനാണ്
APJ അബ്ദുൽ അബ്ദുൽ കലാം കലാം പറഞ്ഞിരുന്നു. ആവേശപ്പെട്ട് അതിനു മുമ്പേ ഒരു അധികാരം പിടിച്ചെടുക്കാൻ രാഷ്ട്രപതി ഭവനിലേക്ക് പാവപ്പെട്ട APJ അബ്ദുൽ കലാമിന്റെ മുമ്പിലേക്ക് ചെല്ലുന്നു. അതിനകത്ത് കത്തുകൾ കൊടുക്കുന്നു, ഞങ്ങൾ പിന്തുണയ്ക്കുന്നു സോണിയാഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി എന്ന് പറഞ്ഞ് ആ കത്തുകൾ ഒരുപാടുണ്ട്. അതിനകത്ത് നട്വർ സിംഗിൻ്റെ ഉണ്ട്, മൻമോഹൻ സിംഗിൻ്റെ ഉണ്ട്, അങ്ങനെ പലരുടെയും ഉണ്ട്, അവരും കൂടെ ഉണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ ഒരു പേരുണ്ട് സാർ, ഇതാണ് റായ്ബറേലി MP ആയിട്ടുള്ള സോണിയാഗാന്ധി. ഐ സപ്പോർട്ട് ശ്രീമതി സോണിയാഗാന്ധി ആസ് ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. ഇത് കൊണ്ട് വിളിക്കാൻ തയ്യാറായിരിക്കും. 5 മണിക്ക് ഞാൻ വിളിക്കാം. അത് ഈ പറഞ്ഞ കാര്യത്തിൽ ഒരു കാര്യം പറയട്ടെ സാറേ, അത് സോണിയാഗാന്ധിയുടെ ഒരു പ്രത്യേകതയല്ല, അതൊരു ഗാന്ധി കുടുംബത്തിന്റെ പ്രത്യേകതയാണ്. നെഹ്റു തന്നെ നെഹ്റുവിന് ഭാരതരത്നം കൊടുക്കുക, അത്തരത്തിലുള്ളൊരു കുടുംബ പാരമ്പര്യത്തിലേക്ക് അവർ വന്ന് അതായിരിക്കും ഒരുപക്ഷെ അവർ ബിലോങ്ങിങ് എന്ന് പറയുന്നത്. അവർ ഗാന്ധിയായി മാറിയത് ആ ഒരു ഘട്ടത്തിലായിരിക്കാം സാർ, ഈ പറഞ്ഞ നിമിഷത്തിലായിരിക്കും. തുടർന്നോളൂ സാർ. അപ്പോൾ അങ്ങനെ അദ്ദേഹം വിളിക്കാനെല്ലാം തയ്യാറായിരിക്കുമ്പോഴാണ് ബൈ പോസ്റ്റ് സുബ്രഹ്മണ്യ സ്വാമിയുടെ കത്ത് അവിടെ ചെല്ലുന്നത്. അവിടെ ചെന്നു 3 മണിക്കാണ് കത്ത് അവിടെ ഡാക്ക് അവിടെ എത്തുന്ന സമയം അദ്ദേഹത്തിന്റെ പ്രസിഡന്റിലെത്തും. അതിന് നോക്കിയിട്ട് സെക്യൂരിറ്റി ചെക്ക് എല്ലാം കഴിഞ്ഞിട്ട് വന്നു. നോക്കിയപ്പോൾ ഷീ ഈസ് നോട്ട് ആൻ ഇന്ത്യൻ സിറ്റിസൺ. അവരപ്പോഴും സിറ്റിസൺഷിപ്പ് മാറിയിട്ടില്ല സാർ. അപ്പോഴത്തേക്ക് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കൊടുത്തിട്ടുണ്ട്. അവരുടെ കാര്യത്തിലുള്ള ഒരു സംശയം ഇപ്പോഴും നിലനിൽക്കുന്നത് ഇറ്റാലിയൻ പൗരത്വത്തെ സംബന്ധിച്ച് വളരെ ഒരു പ്രത്യേകതയുണ്ട്. ഇറ്റലിയിൽ ജനിച്ചൊരു പൗരൻ മറ്റേത് രാജ്യത്തെ പൗരത്വം എടുത്താലും ഇറ്റാലിയൻ സിറ്റിസൺഷിപ്പ് റദ്ദാവില്ല. അതൊരു കാലത്ത് റദ്ദാവില്ല. അതേസമയം ഇന്ത്യയിലെ ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഇരട്ട പൗരത്വം അനുവദനീയമല്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ ഇന്ത്യൻ സിറ്റിസൺ അല്ല, അത് ഓട്ടോമാറ്റിക്കലി ക്യാൻസൽഡ്, നൾ ആൻഡ് വോയിഡ് ആണ്. അതെ, ഡ്യുവൽ സിറ്റിസൺഷിപ്പ് ഉണ്ടെന്നല്ലേ സാറി പറഞ്ഞതിന്റെ അത് ഉള്ളത് കൊണ്ട് തന്നെ നൾ ആൻഡ് വോയിഡ് ആയിട്ട് ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് ഓട്ടോമാറ്റിക് ആയിട്ട് ക്യാൻസൽ ചെയ്യപ്പെട്ടതാണ്. ആ അവസ്ഥയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാവാൻ വേണ്ടി പോകുന്നത്. ആത്മവഞ്ചന കൂടിയല്ലേ ചെയ്യുന്നത്? അല്ലേ ചെയ്തത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിനെതിരെ ഇതുവരെ ഒരു ഡിഫമേഷൻ സൂട്ടും നെഹ്റു കുടുംബം ഇത്രയും പണമുള്ള ഗാന്ധി കുടുംബം ഫയൽ ചെയ്തിട്ടില്ലല്ലോ. മാപ്പ് പറഞ്ഞിട്ടുമില്ല സുബ്രഹ്മണ്യ സ്വാമി. രാഹുൽ ഗാന്ധി പലതവണ സവർക്കറുടെ കാര്യത്തിൽ, RSSന്റെ കാര്യത്തിൽ പറഞ്ഞ മാപ്പ് സുബ്രഹ്മണ്യൻ സ്വാമി ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം ഇപ്പോഴും അദ്ദേഹം പറയുന്നത് വേണമെങ്കിൽ കേസ് കൊടുത്തോളൂ, നമുക്ക് കോടതിയിൽ വാദിക്കാം ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ഒരു വഞ്ചന കാണിക്കാൻ ശ്രമിച്ചു. അവിടെ കത്ത് കിട്ടിക്കഴിഞ്ഞപ്പോൾ സുബ്രഹ്മണ്യ സ്വാമിയെ വിളിച്ചു APJ അബ്ദുൽ കലാം. എന്താണ് സംഭവം? 3 മണി അയച്ച, അവർക്ക് രണ്ടും തമിഴ് അറിയാമല്ലോ. 3 മണി അയച്ച എന്നെ സാർ എന്റെ കുറ്റമല്ല, 3 മണിയായത് കത്ത് വളരെ മുമ്പ് 5 മണിക്കാണ് വിളിക്കുന്നത്. അപ്പൊ 5 മണിക്ക് നമ്മുടെ പാവപ്പെട്ട APJ അബ്ദുൽ കലാം, ചീഫ് ജസ്റ്റിസ്, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, പിന്നെ മിടുക്കരായിട്ടുള്ള സോളിസിറ്റർ ജനറൽ എല്ലാവരുമായിട്ട് കൺസൾട്ട് ചെയ്തു വാട്ട് ടു ഡു. അപ്പൊ അവരൊക്കെ നോക്കിയിട്ട് ഇവരുടെ ഇന്ത്യൻ സിറ്റിസൺഷിപ്പ് കണ്ടെത്താനുള്ള യാതൊരു ബോധബലകമായ ഒരു തെളിവും കണ്ടിട്ടില്ല. അപ്പോൾ ഈ രാഷ്ട്രപതി, ഇന്ത്യയെ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച രാഷ്ട്രപതി APJ അബ്ദുൽ കലാം ഇക്കാര്യത്തിൽ ഒരു വഞ്ചന കാണിച്ചാൽ, രാജ്യത്തോട് ഭരണഘടനയോട് ഒരു വഞ്ചന കാണിച്ചാൽ, കാരണം ഭരണഘടനാ വിരുദ്ധമാണ് മറ്റൊരു രാജ്യത്തെ പൗരന് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവുന്നത്. അതുകൊണ്ട് വിളിച്ചു പറഞ്ഞു ഇതിപ്പോ സിറ്റിസൺഷിപ്പിന്റെ കാര്യത്തിൽ ഒരു പ്രശ്നമുണ്ട്, നിങ്ങൾ രാഷ്ട്രപതി ഭവനിലേക്ക് വരൂ, നമുക്ക് ചർച്ച ചെയ്ത് ഇതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ നിങ്ങൾ തന്നാൽ ഞാൻ വിളിക്കാം എന്നുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആണ് അധികാരം ത്യജിച്ചത്. സ്വന്തം പേര് എഴുതിക്കൊണ്ട് കൊടുത്ത് അല്ല അധികാര ത്യാഗമൊന്നും ഉണ്ടായിട്ടില്ല, ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അങ്ങനെ നടന്നു. അങ്ങനെയാണ് പിന്നെ വേറെ രാഷ്ട്രീയക്കാരൊന്നും ആവണ്ട എന്നാ മൻമോഹൻ സിംഗ് ആവാൻ തീരുമാനിച്ചത് എന്തുകൊണ്ടാണ്? കാരണം സോണിയാഗാന്ധിയും കുടുംബം എപ്പോഴും ഭയന്നിരുന്നു. ഡൽഹിയിലാണ് അവർ താമസിക്കുന്നത്. 2000 സിഖുകാരെയാണ് നമ്മൾ ഔദ്യോഗികമായിട്ട് തന്നെ കൊല വിളിച്ചത്. അപ്പൊ അതിന്റെ ഒരു പ്രതികാരം ഡൽഹി താമസിക്കുന്ന സിഖുകാർ, അവരുടെ മതം എന്ന് പറഞ്ഞാൽ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള റിലീജിയനാണ്. അവരെ അവഞ്ച് നമുക്കറിയാമല്ലോ, രാജ രഞ്ജിത് സിംഗ്, ഹരി സിംഗ് നാൾവ തുടങ്ങിയവർ പറയാം, ഗുരു ഗോവിന്ദ് സിംഗ് അറിയാം. പടവെട്ടിക്കൊണ്ട് ഇംഗ്ലീഷുകാരുടെയും മുഗളന്മാരുടെയും എല്ലാം പടവെട്ടിക്കൊണ്ട് പ്രതികാരം ചെയ്തിട്ടുള്ള ധീരോദാത്തന്മാർ. അവരുടെ ശരിക്കും പറഞ്ഞ ഒരു പിന്നെ ഇതാണ് പട്ടാള സ്വഭാവമുള്ള ഇന്ത്യൻ പട്ടാളത്തിൽ അവരുടെ അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ആ മതം ഉണ്ടായത് തന്നെ സർ. കാരണം ഭാരതത്തിന്റെയും ഹിന്ദുത്വത്തിന്റെയും സംസ്കാരവും പൈതൃകവും സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഗുരുനാനാക്ക് ആ മതം രൂപീകരിച്ചത്. ഒരു ഗ്രന്ഥ സാഹിബിന്റെയും രക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള മതം പ്രൊട്ടക്ഷൻ ചെയ്യുന്ന അത്തരത്തിലുള്ള മിലിറ്ററി സ്ട്രെങ്തിൽ വിശ്വസിക്കുന്ന ഒന്നാണത്, ശക്തിയിൽ വിശ്വസിക്കുന്ന ഒന്നാണ്, ആരാധിക്കുന്ന ഒന്നാണ്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും അവര് അതിന് പ്രതികാരം ചെയ്യും. ബിയാൻ സിംഗിനെ പോലെ
അതെ. ആ ഒരു ഇതുണ്ടാവും എന്നുള്ള പേടിയുള്ളത് കൊണ്ട് ഒരു മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രിയാക്കിയാൽ, ഒരു മറയായി നിർത്തിയാൽ, മറയായി നിർത്തിക്കഴിഞ്ഞാൽ തങ്ങൾക്ക് അതിൽ നിന്നൊരു പാപമോചനം ലഭിക്കും അതെ എന്നുള്ള ഒരു ഇതിന്റെ പേരിലാണ് മൻമോഹൻ സിംഗിനെ പ്രധാനമന്ത്രി. തന്നെയുമല്ല മറ്റുള്ള സ്ഥാനാർത്ഥികൾ പ്രണാബ് മുഖർജിയൊക്കെ ആയിരുന്നു. പ്രണാബ് മുഖർജിയൊക്കെ ഒരു കാലത്തും സോണിയയുടെ വരുതിയിൽ പൂർണ്ണമായും നിൽക്കുന്ന ഒരു വ്യക്തിത്വമായിരുന്നില്ല. മൃദു ഹിന്ദുത്വം ഉള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് ഒരിക്കലും ഹിന്ദുത്വ വിരുദ്ധ ശക്തികളെയാണ് അവരെപ്പോഴും. പിന്നെ ഇവരുമായി താരതമ്യം ചെയ്താൽ താരതമ്യേന രാജ്യസ്നേഹിയുമായിരുന്നു അദ്ദേഹം എന്ന് പറയേണ്ടി വരും. അതായത് അത് ശരിയായിട്ടുള്ളൊരു നാഷണലിസ്റ്റ് ആയിരുന്നു. നാഷണലിസ്റ്റ് ആയിരുന്നില്ല. ഈ രാഹുൽ ഗാന്ധി ഒരിക്കലും നാഷണലിസ്റ്റ് അല്ല, സോണിയാഗാന്ധി ഒരിക്കലും നാഷണലിസ്റ്റ് ആയിരുന്നില്ല, പ്രിയങ്ക ഗാന്ധി ഒരിക്കലും നാഷണലിസ്റ്റ് ആയിരുന്നില്ല. ആ കുടുംബത്തിന്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയിട്ട് മാത്രം പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്. അങ്ങനെയാണ് ഇപ്പം നമ്മുടെ കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ്. ഇപ്പം മോദിയും അവരുടെ ആൾക്കാരും കേന്ദ്രമന്ത്രിസഭ ഉൾപ്പെടെ ഈ രാജ്യത്തിന്റെ ശ്രേയസ്സിന് വേണ്ടി, വികസനത്തിന് വേണ്ടി എത്തിക്കുന്നു. മറ്റവരാകട്ടെ രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രിയാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. അങ്ങനെ ശ്രമിക്കുന്നതിൽ പ്രധാന പങ്കുള്ള ഒരു പത്രമാണ് മാതൃഭൂമി പത്രം. അമ്മ എത്രമാത്രം സഹിച്ചു എന്ന് ഞങ്ങൾക്ക് അറിയൂ എന്നൊക്കെ തലക്കെട്ട് കൊട്ടേഷൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് മാതൃഭൂമിയാണ്. എന്തൊരു സ്നേഹം! ഇതിന്റെ സത്യമൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയിട്ട് വല്ലപ്പോഴുമെങ്കിലും സുബ്രഹ്മണ്യ സ്വാമി എന്ന് പറയുന്ന ആൾ എഴുതിയ പുസ്തകം ഇപ്പൊ കിട്ടാനില്ലെന്ന്, ഔട്ട് ഓഫ് പ്രിന്റ് ആണ്. പക്ഷേ ലഭിക്കും, പത്രക്കാർ വിചാരിച്ചാൽ എളുപ്പം ലഭിക്കാവുന്നതാണ്. അതൊന്നും കൂടി എടുത്ത് വായിച്ചിട്ട് ഈ കാര്യത്തില് മാതൃഭൂമിയുടെ ഒരു സ്വഭാവം എന്ന് പറഞ്ഞാൽ ഈ കാര്യത്തിലൊക്കെ സന്തുലിതമായിട്ട് ഉള്ള വാർത്തകളും സന്തുലിതമായിട്ടുള്ള, അല്ലെങ്കിൽ പുസ്തകം കിട്ടാനില്ലെങ്കിൽ വേണ്ടെന്ന്. സ്വാമി ജീവിച്ചിരിപ്പുണ്ടല്ലോ. മാതൃഭൂമിക്കൊരു അപ്പോയിന്റ്മെന്റ് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല. ചെന്ന് സോണിയാഗാന്ധിയും ഗാന്ധി കുടുംബത്തിനെ കുറിച്ച് അദ്ദേഹത്തോടൊരു അഭിമുഖം തന്നെ വയ്ക്കൂന്നേ. നിങ്ങൾ ഈ കാപട്യത്തിന്റെ ഭാഗമാവണം, എന്തോ സ്ഥാപിത താല്പര്യത്തിന്റെ പേരിൽ മോദിയുടെ ഇഡിയുടെ റെയ്ഡ് നിങ്ങളുടെ ഓഫീസിലേക്ക് വരും എന്നുള്ള പേടിയുടെ കൂട്ടുണ്ട്. ഇല്ല, ഇഡി ആവശ്യമില്ലാതൊന്നും അങ്ങനെ വരില്ല. ഇപ്പൊ വേണമെങ്കിൽ വീണയെ അറസ്റ്റ് ചെയ്യാനും ഇഡിക്ക് ഈസി ആയിട്ട് ഒരു കോടതിയും അതിനെ ചോദ്യം ചെയ്യില്ല. പക്ഷെ അവർ ചെയ്യില്ല, വേണ്ടെന്നങ്ങ് വെക്കും. ചില സിംഹങ്ങള് വിശക്കുന്നില്ലെങ്കിൽ വേട്ടയാടില്ല, മാൻ അടുത്തുകൂടെ പോയാലും പോയി അതിനെ മൈൻഡ് ചെയ്യാൻ ഗവനിക്കുക. അതുപോലെയുള്ള ഒരു കാര്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ ഈ രാഹുലിനെ താങ്കൾ പിടിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഇഡി വേട്ടയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി വിചാരിക്കേണ്ട. അസ്ഥികൂടങ്ങൾ, നിങ്ങളുടെ അലമാരകളിൽ ഒരുപാട് അസ്ഥികൂടങ്ങളുണ്ട്. നിങ്ങളുടെ അസിസ്റ്റന്റ് എഡിറ്റർ ആയിട്ടുള്ള ടി രാജൻ തന്നെയാണ് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ആ ഒരു പേടി അതിനുവേണ്ടിയാണെന്ന് ഞങ്ങൾ സംശയിച്ച ഞങ്ങളെ കുറ്റം പറഞ്ഞു. തീർച്ചയായിട്ടും. പിന്നെ ഈ ഒരു സോണിയാഗാന്ധിയുടെ നമുക്ക് അവസാനിപ്പിക്കുന്നതിന് ഒരു കാര്യം കൂടി എടുത്ത് പറയേണ്ടതുണ്ട് സാർ. അതിൽ സാറിന്റെ അഭിപ്രായം പറയേണ്ടതുണ്ട്. ഈ കണ്ണുനീര്, എൻ്റെ അമ്മ സഹിച്ച സഹനമൊക്കെ രാഹുൽ ഗാന്ധി വളരെ ദുഃഖത്തോടു കൂടിയും സങ്കടത്തോടു കൂടിയും പറയുന്നുണ്ടല്ലോ. എന്ത് സങ്കടമാണ് ഇവർ സഹിച്ചത്? ഭർത്താവ് മരിച്ചു എന്നുള്ളത് സങ്കടം തന്നെയാണ്. പക്ഷേ സാറ് പറഞ്ഞതുപോലെ തമിഴ് ഭീകരവാദികളാണ്, LTTE-കാരാണ്, തമിഴ് പുലികളാണ് രാജീവ് ഗാന്ധിയുടെ മരണത്തിന് കാരണം, അദ്ദേഹത്തെ വധിച്ചതിൻ്റെ പിന്നിലുള്ളത്. അതിന് പ്രതിയായ നളിനിക്ക് ജയിലിൽ ചെന്ന് കണ്ട് തമിഴിൽ ഒരു പുതിയൊരു വികാരം, അവരെ വെറുതെ വിടണമെന്നുള്ള രീതിയിൽ DMK ഉൾപ്പെടെയുള്ളവർ ഉയർത്തിക്കൊണ്ടുവരുന്നു. ഒരു ജനഹിതം അതിനോടൊപ്പമാണെന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രം, അതായത് പ്രാദേശികമായൊരു വികാരം അതിനെ ചൊല്ലി വളർന്നു വരുന്നു എന്നുള്ള, ജനഹിതമല്ല, വികാരം വളർന്നു വരുന്നു എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രം ജയിലിൽ പോയി കണ്ട് നളിനിക്ക് ഞാൻ മാപ്പ് കൊടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞ വ്യക്തിയാണ് സോണിയാഗാന്ധി. രണ്ട് കാര്യമുണ്ട് സാർ. ഭർത്താവിനെ വധിച്ച ഒരാൾക്ക് മാപ്പ് കൊടുക്കുന്ന മഹാമനസ്കത ഒരു വശത്ത്, അവർ ചെയ്ത പ്രവൃത്തി എന്താണ്? നമ്മുടെ ഒരു മുൻ പ്രധാനമന്ത്രിയെ വധിച്ച് നമ്മുടെ രാജ്യത്തിനെതിരെ പൊരുതിയ ഒരു വ്യക്തിക്കാണ്, അല്ലെങ്കിൽ ആയുധമെടുത്തൊരു വ്യക്തിക്കാണ് ഇവർ മാപ്പ് കൊടുത്തിരിക്കുന്നത്. പിന്നെ എന്ത് ബിലോങ്ങിങ് ആണ് ഇവർ? എവിടെ ബിലോങ് ചെയ്യുന്നു എന്നാണ് ഈ പറയുന്നത്? അതാണ് എൻ്റെ ചോദ്യം. ഭീകരവാദത്തിന് കൊടുത്ത മാപ്പാണ്. അതെ, കോംപ്രമൈസ് എന്ന് പറയുന്നത്. ആ കോംപ്രമൈസ് ആണ് ഇപ്പോഴും നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കോംപ്രമൈസ്. നിങ്ങൾ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ എത്ര പേരെയാണ് തെരുവീതികളിട്ട്, മുംബൈ തെരുവീതികളിൽ മാത്രമല്ല ഡൽഹിയിലും ദീപാവലി തലേന്ന് കൊന്നത് എത്ര പേരെയാണ്? ദിവസവും സ്ഫോടനങ്ങൾ ഉണ്ടായി, നിരപരാധികൾ മരിക്കുകയായിരുന്നില്ലേ? അത് ഒരു കണക്ക് തന്നെ ഉണ്ട് സാർ. രാജീവ് ഗാന്ധിയെ ഇത് LTTE ഇങ്ങനെ ഭീകര ആക്രമണത്തിലൂടെ വധിച്ചതിന് കാരണം അദ്ദേഹത്തിന്റെ പക്വത കുറവ് ആണ്. അദ്ദേഹം ശാന്തി സേന എന്ന് പറയുന്നത് പീസ് കീപ്പിംഗ് ഫോഴ്സിനെ ഇന്ത്യൻ വംശജരെ കൊല്ലാനായിട്ട് അവിടുത്തെ അയക്കുക എന്നുള്ള ഒരു മണ്ഡലം. അതും ജയവർദ്ധനെ പോലൊരു ചതിയനെ വിശ്വസിച്ച്. കാരണം LTTE സമാധാനത്തിന് ഒരുങ്ങി വന്നിട്ട് ഒടുവിൽ അവർ കളം മാറി 8 പേര് അവരുടെ ആത്മഹത്യ ചെയ്തു. സൈനൈഡ് എങ്ങനെ എത്തി എന്നുള്ളത് ഇന്നും ദുരൂഹമാണ്. അതുപോലെ ഇന്ദിരാഗാന്ധി അവരുടെ
അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദൈവ തുല്യമായിട്ടുള്ള ദൈവാരാധന നടത്തുന്ന ക്ഷേത്രത്തിൽ അംസറിലെ സുവർണ ക്ഷേത്രത്തിലേക്ക് ഇപ്പം ബുൾഡോസറുകൾ പിന്നെ നമ്മുടെ യോഗി കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ദണ്ണമുണ്ടല്ലോ. അവിടെ നല്ല ശുദ്ധ ഭക്തരായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. അവരുടെ ഇടയിലേക്ക് ബുൾഡോസറുകൾ അമ്പലം നശിപ്പിക്കുക എന്നുള്ള കാര്യമാണ്. അവർക്ക് മതവികാരത്തിന് വ്രണമേറ്റു. അതേസമയം ഈ പാവപ്പെട്ട ഒരായുധവും ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ആളുകളെ കൊന്നു എന്തിനു വേണ്ടിയായിരുന്നു? പഹൽഗാമിലെ പാവപ്പെട്ട വിനോദയാത്രക്കാരെ കൊന്നു എന്തിനു വേണ്ടി? കരീമേറിയാത്തതിന്റെ പേരിലല്ലേ? അവർക്ക് അവര് പിന്നെ സുന്നത്ത് ചെയ്തിട്ടില്ല എന്നുള്ള പേരിലല്ലേ ചെയ്തത്? അവരെന്ത് തെറ്റാണ് ചെയ്തിട്ടുള്ളത്? അവരോട് നിങ്ങൾക്ക് ഈ സഹതാപമുണ്ടോ, ഈ സ്നേഹമുണ്ടോ? ഇല്ല. അപ്പോഴാണ് നിങ്ങളൊരു പ്രധാനമന്ത്രിക്കുള്ള യോഗ്യതയുള്ളവനായിട്ട് തീരുന്നത്. അല്ല, ഈ സുവർണക്ഷേത്രത്തിന്റെ കാര്യത്തിൽ ഒരു കാര്യം എടുത്തു പറയണം സർ. ഈ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാർ നടപ്പാക്കപ്പെടുന്ന സമയത്ത് അതല്ലാതെ വേറെ നിവൃത്തിയില്ല. കാരണം ബിന്ദ്രൻവാല ഉൾപ്പെടെയുള്ളവർ അതിൻ്റെ അകത്ത് തമ്പടിച്ചിരിക്കുകയായിരുന്നു. പക്ഷെ ബിന്ദ്രൻവാലയെ ആര് വളർത്തി, ആര് കൊണ്ടുവന്നു? ഭസ്മാസുരനെ വളർത്തിയതുപോലെ കോൺഗ്രസ് ദൾ പോലുള്ള അകാലികളെ ഒതുക്കുവാൻ വേണ്ടി അവിടെ ഒരു പ്രതിലോമ ശക്തിയെ വളർത്തിയെടുക്കേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യമായിരുന്നു. ഇന്ദിരാഗാന്ധിയുടെ അനുഗ്രഹ ആശസ്സുകളോടുകൂടി നമ്മുടെ രാഷ്ട്രപതി ആയി പിന്നീട് സ്ഥാനമേറ്റത് ഗ്യാനി സെയിൽ സിംഗ് ആണ്. ബിന്ദ്രൻവാല എന്നുള്ള ഓപ്പറേഷന് ജർണൽ സിംഗ് ബിന്ദ്രൻവാല ഒരു പോക്കറ്റടിക്കാരൻ പോലും അല്ലായിരുന്നു. അയാളെ സന്ത് ബിന്ദ്രൻവാല എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന്, സന്ത് എന്ന് പറഞ്ഞാൽ അവരുടെ സന്യാസിമാർക്ക് സിഖുകാർ വിളിക്കുന്നതാണ്, സാറിന് അറിയാമല്ലോ. ആ രീതിയിൽ, അതായത് ഗുരുനാനാക്കൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്തയാൾ ബിന്ദ്രൻവാലയാണെന്നുള്ള തരത്തിൽ ഒരു തലമുറയെ വിശ്വസിപ്പിക്കാൻ PR വർക്ക്, ഇന്നൊക്കെ ഈ നടക്കുന്ന PR വർക്ക് ഉണ്ടല്ലോ, അത് ആസൂത്രിതമായി ചെയ്തത്. എല്ലാ ആഴ്ചയും ഗ്യാനി സെയിൽ സിംഗിന്റെ നേതൃത്വത്തിൽ പഞ്ചാബിൽ, ചണ്ഡീഗറിൽ, വിവിധ പ്രദേശങ്ങളിൽ രഹസ്യ മീറ്റിങ്ങുകൾ വിളിച്ചിരുന്നു. ഇതെങ്ങനെ ഇയാളെ മുന്നോട്ട് കൊണ്ടുവരണം. ഒടുവിൽ അവർ വളർത്തിയ ഭൂതം കൈവിട്ടുപോയി. അതാണ് ബിന്ദ്രൻവാലയായി മാറിയത്. ഒരു കാര്യം കൂടെ പറയാം. ഇത് രണശൂരരായിട്ടുള്ള ഒരു മതത്തിന്റെ, അല്ലെങ്കിൽ ഹിന്ദുത്വത്തിന്റെ ഭാഗമായിട്ടുള്ളൊരു മതത്തിന്റെ ക്ഷേത്രമാണ്. രണശൂരരാണ്. വാളുമായിട്ട് നടക്കാനുള്ള അനുവാദമുള്ള ഒരു വിഭാഗമാണ്. രണശൂരരാണ്. അതിലാണ് അവരെ അഭിരമിക്കുന്നത്. ഈ പിന്നെ ഇറാനിയൻ വംശജരെന്ന് പറയുന്ന പോലെ അങ്ങനെയുള്ളൊരു വിഭാഗത്തിന്റെ അടുത്തേക്ക് ഈ പട്ടാള വണ്ടികൾ കയറുമ്പോൾ ഒരു പക്ഷേ അതിന്റെ ശുദ്ധിയൊക്കെ പാലിക്കണം. ഷൂസ് ഇട്ടൊന്നും അതിനകത്ത് കടക്കാൻ സമ്മതിക്കില്ല. നമ്മൾ ഷൂസ് ഊരി മാറ്റി വെക്കണം. മാറ്റി വെച്ചിട്ട് അങ്ങോട്ട് പോകാൻ പാടുള്ളൂ. തലയിൽ ഒരു ചെറിയ കർച്ചീഫോ എന്തെങ്കിലും കെട്ടണം. അങ്ങനെ പോകേണ്ട ഒരു ക്ഷേത്രത്തിന്റെ പരിപാവനതയെ നശിപ്പിക്കുമ്പോൾ നമ്മുടെ യുദ്ധോപകരണങ്ങൾ അവിടോട്ട് പോകാൻ പാടില്ലായിരുന്നു. മറിച്ച് വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യാമായിരുന്നു. യുദ്ധതന്ത്രജ്ഞർ പറയുന്ന ഒരു കാര്യം, ക്ഷേത്രത്തിന് ചുറ്റും ഒരു ഉപരോധം അങ്ങ് തീർക്കായിരുന്നു. അവർക്ക് പുറത്തോട്ട് പോകാനോ പുറത്തുനിന്ന് അകത്തോട്ട് വരാതിരിക്കാനോ സാഹചര്യം സൃഷ്ടിക്കാമായിരുന്നു. ഇല്ല സാർ, അതിൽ എനിക്കൊരു അഭിപ്രായ വ്യത്യാസമാണ്. അത്തരത്തിലുള്ള നമ്മുടെ അജിത് ഡോവൽ ഉൾപ്പെടെയുള്ളവർ ഈ ഓപ്പറേഷനിൽ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. രഹസ്യ അന്വേഷണം നടത്തുന്നതിലെല്ലാം ഉൾപ്പെട്ടിരുന്നു. അന്ന് കുറെ കൂടി പ്രായം കുറവായിരുന്നു. യങ് അജിത് ഡോവലായിരുന്നു. ഇങ്ങനൊരു പ്രതിരോധം അവർ സൃഷ്ടിച്ചിരുന്നെങ്കിൽ, ഉപരോധം തീർത്തിരുന്നെങ്കിൽ അവർ പിന്നിൽ നിന്ന് വളയപ്പെടുമായിരുന്നു. കാരണം പഞ്ചാബിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഈ ഖാലിസ്ഥാനികളെ പിന്തുണയ്ക്കുന്നവർ അവിടേക്ക് വന്നിരുന്നു. ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിന് സുവർണക്ഷേത്രത്തിൽ കടക്കാതെ മറ്റൊരു മാർഗവും ഉണ്ടായിരുന്നില്ല സർ. പക്ഷേ ഓപ്പറേഷൻ ബ്ലൂ സ്റ്റാറിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് ആരാണ്? അതാണ് എൻ്റെ ചോദ്യം. ജർണൈൽ സിംഗ് ബിന്ദ്രൻവാലയുടെ സൃഷ്ടാവ്, മാതാവെന്ന് വേണമെങ്കിൽ പറയാം, ഇന്ദിരാഗാന്ധിയാണ്. ഒരു സംശയവും വേണ്ടതിന്. ജർണൽ സിംഗ് ബിന്ദ്രൻവാലയ്ക്ക് ഒറ്റയ്ക്ക് 1980-കളുടെ തുടക്കത്തിലോ അല്ലെങ്കിൽ 70-കളുടെ അവസാനത്തിലോ ഒന്നും, അല്ലെങ്കിൽ 60-കളിൽ തുടങ്ങിയതാണ് ഈ ഖാലിസ്ഥാനി പ്രസ്ഥാനം എന്നുള്ളൊരു ആഗ്രഹം കോൺഗ്രസിന്റെ സൃഷ്ടിയാണിത്. അത്തരത്തിൽ ഒരു അസ്തിത്വവും ഉണ്ടായിരുന്നില്ല ജനറൽ സിംഗ് ബിന്ദ്രൻവാലയ്ക്ക്. പക്ഷേ കോൺഗ്രസ് കൊടുത്ത ശക്തിയും പ്രാദേശികമായിട്ടുള്ള സഹായങ്ങളും അയാളെ വലിയൊരു ഭസ്മാസുരനായി വളർത്തിയെടുത്തു. അയാൾ സുവർണക്ഷേത്രത്തിൻ്റെ അകത്ത് സന്ത് എന്നുള്ള നിലയിൽ തമ്പടിച്ചു. ആയുധങ്ങളും എല്ലാം, കാരണം അകത്ത് വെച്ചാണല്ലോ അയാൾ വധിക്കപ്പെടുന്നത്. അയാൾ ഒരിക്കലും പുറത്തിറങ്ങിയിരുന്നില്ല. പഞ്ചാബിലെ ഒരു സ്ഥിതിവിശേഷം അവസാനം DGP പോലും അവിടെ ചെന്ന്, അയാളുടെ ദർബാറിൽ ചെന്ന് അയാളോട് സംസാരിക്കേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ട്. പഞ്ചാബിലെ, ഞാൻ അദ്ദേഹത്തിന്റെ പേര് മറന്നുപോയി, ഒരു DIGയുടെ മൃതശരീരം സുവർണക്ഷേത്രത്തിന്റെ മുൻപിൽ കിടന്നത് ഏതാണ്ട് ഒരു ദിവസം മുഴുവനാണ്. പോലീസുകാർക്ക് അത് പോയി എടുക്കാൻ ഭയമായിരുന്നു. അത്തരത്തിലുള്ളൊരു ഭസ്മാസുരനായി അയാൾ വളർന്നു കഴിഞ്ഞിരുന്നു. ഇന്നിപ്പോ അജിത് ഡോവലിന്റെ തന്നെ കാര്യം പറയാം. ആ സമയത്ത് ആയിരുന്നു ഇന്നത്തെ അജിത് ഡോവലൊക്കെ അങ്ങോട്ട് മാറി സഞ്ചരിച്ച ചെയ്യുക എന്ന് പറഞ്ഞാൽ
ഭിന്ദ്രൻവാല അവിടെ മരിച്ചു കിടക്കും, അറിയില്ല, ശുശ്രൂഷകളും ചെയ്യും എല്ലാം. ഇതാണ് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. പക്ഷെ അന്നത്തിനുള്ള സ്വാതന്ത്ര്യമില്ല. ശരിയാണ്, ആ സ്ട്രാറ്റജിയിലേക്ക് നമ്മൾ വന്നിട്ടില്ല. ആ സ്ട്രാറ്റജി ഗവൺമെന്റ് അംഗീകരിച്ചിട്ടുമില്ല. ഇല്ല, ഇന്ദിരാഗാന്ധി പിന്നെ എപ്പോഴും ഒരു അവസാന നിമിഷം എടുക്കുന്ന തീരുമാനം പലപ്പോഴും ഒരു ബ്ലണ്ട് ഫോഴ്സ് യൂസ് ചെയ്യാമെന്നുള്ളതായിരുന്നു. ശക്തിയിൽ അവർ വിശ്വസിച്ചിരുന്നു. എന്നാൽ അതിന്റെ അവസാനം അവർ മണ്ടത്തരം കാണിക്കുകയും ചെയ്യും, ബംഗ്ലാദേശ് വിഭജനം പോലെ. അങ്ങനെ ഒരു സംഭവമാണ് അവിടെ. അതുപോലെ തടവുകാരെ പാകിസ്ഥാൻ വിട്ടുകൊടുക്കുന്ന നമ്മുടെ 54 പേരെ ബലി കൊടുത്തിട്ടാണ്. ഇതേ സമയം നമ്മൾ ഓർക്കേണ്ട ഒരു സത്യപാൽ ഡാം, ഭിന്ദ്രൻവാല അവിടെ വാളുമായിട്ട് നടക്കുമ്പോൾ ഒരു സൈക്കിളിൽ കയറി MP ആയിട്ടുള്ള അദ്ദേഹം സുവർണ ക്ഷേത്രത്തിന് ചുറ്റും നടന്നുകൊണ്ട് ചുണയുണ്ടെല്ലാം ഇറങ്ങി വാടാ ഭിന്ദ്രൻവാല, നിന്റെ മതഭീകരവാദം ഈ രാജ്യത്ത് നടപ്പാക്കില്ലെന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ നേതാവ് സത്യപാൽ ഡാം. CPI-ക്കാർക്ക് പോലും അദ്ദേഹത്തിന്റെ പേര് ഓർമ്മ ഇല്ല. അതാണ് ദേശസ്നേഹം. കാരണം CPI-യും CPM-ഉം ഇപ്പൊ ഖാലിസ്ഥാനികളാണല്ലോ, അവരാണല്ലോ അവരുടെ വീരയോദ്ധാക്കൾ. ഖാലിസ്ഥാനി എന്നല്ല, ഇവിടെ ഭീകരവാദം എവിടെ ഉണ്ടെങ്കിലും കോക്രോച്ച് എവിടെ ഉണ്ടെങ്കിലും എങ്ങനെയെങ്കിലും ഈ ഗവൺമെന്റിനെ ഒന്ന് മാറ്റി താടാ എന്നുള്ള രീതിയിലാണ്. പിന്നെ ഈ സോണിയാഗാന്ധിയിലേക്ക് തിരിച്ചു വന്നാൽ സാർ, ഈ സാധാരണക്കാർ കൊല്ലപ്പെടുന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞല്ലോ, ഒരു കണക്ക് തന്നെ ഞങ്ങളൊരു കണക്കെടുത്തിട്ടുണ്ട്. അതിന്റെ എണ്ണിയാൽ തീരില്ല. ഏതാണ്ട് 120-125ഓളം ഭീകരാക്രമണങ്ങൾ, പ്രധാന ഭീകരാക്രമണങ്ങൾ 2004 മുതൽ 2013 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതായത് 2 UPA സർക്കാരുകളുടെ. മൻമോഹൻ സിംഗ് മൺപാവ സിംഗ് ആയിരുന്നെന്ന് എല്ലാവർക്കും അറിയാം. സോണിയാഗാന്ധി ആയിരുന്നു സൂപ്പർ പ്രൈം മിനിസ്റ്റർ. 8500 ഭാരതീയരാണ് ഔദ്യോഗിക കണക്ക് പ്രകാരം ഇസ്ലാമിക ഭീകരാക്രമണത്തിൽ ഭാരതത്തിൽ ആ സമയത്ത് കൊല്ലപ്പെട്ടത്. സിഖുകാരും ഉണ്ട്, ഭാരതീയ ഗുരുദ്വാരകളുമുണ്ട്, ബുദ്ധന്മാരുണ്ട്, ബൗദ്ധ ക്ഷേത്രങ്ങളിൽ ആക്രമണം നടന്നിട്ടുണ്ട്. അടിസ്ഥാനപരമായിട്ട് കാഫിറുകളുടെ ക്ഷേത്രങ്ങളിൽ ആരാധനാലയങ്ങളിൽ ആക്രമണങ്ങൾ നടന്നിട്ടുണ്ട്. 8500 ഭാരതീയർ, അതായത് 10 വർഷങ്ങളിൽ ഏതാണ്ട് ഒരു വർഷം ഏറെക്കുറെ 1000-ഓടടുത്ത ഭാരതീയർ ഒരു വർഷം എല്ലാ വർഷവും മരിച്ചു വീഴുന്നു ഭീകരാക്രമണം. ഇതായിരുന്നു 2004 മുതൽ 2013 വരെ രാഹുൽ ഗാന്ധിയുടെ അമ്മ അനുഭവിച്ചു തീർത്ത ഭാരതത്തിൻ്റെ സുവർണകാലം. ഇതിൽ അവർ കണ്ണീർ ഒഴുക്കിയിട്ടുണ്ട്. ആർക്ക് വേണ്ടിയിട്ടാണെന്നറിയാമോ? ബാട്ട്ല ഹൗസിൽ ഇന്ത്യൻ മുജാഹിദീൻ്റെ തലവന്മാരെ പോലീസ് വെടിവെച്ച് കൊന്നപ്പോൾ ആ ഫോട്ടോ കണ്ടപ്പോൾ സോണിയാഗാന്ധിയുടെ കണ്ണ് നിറഞ്ഞൊഴുകുകയായിരുന്നു. ഇതൊന്നും എന്നെ കാണിക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞത് ഞാനോ സാറോ അല്ല, സൽമാൻ ഖുർഷിദാണ്, കോൺഗ്രസ് നേതാവായ സൽമാൻ ഖുർഷിദാണ്. ഇതൊക്കെയാണ് സോണിയാഗാന്ധി അനുഭവിച്ചതെങ്കിൽ അവരെങ്ങനെ ഭാരതീയരാകും? സാർ അത് പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഒരു കാര്യം കൂടെ തീർച്ചയായിട്ടും. അതെ, ശരത് പവാറിന്റെ അഭിപ്രായം ചോദിച്ചപ്പോൾ അന്ന് APJ അബ്ദുൽ കലാമിനോട് ശരത് പവാർ പറഞ്ഞ് ഇന്ത്യൻ നാഷണൽ ഷുഡ് ബിക്കം ദ പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അതെ, അതിനാണ് അദ്ദേഹം. അന്ന് വേറൊരു കാര്യം കൂടെ ഉണ്ടായി. സുഷമ സ്വരാജ്, സോണിയാഗാന്ധി പ്രധാനമന്ത്രി ആയാൽ തല മുട്ടയടിക്കുമെന്ന് പറഞ്ഞിട്ട് അവർ പോയി. ഞാൻ സുഷമ സ്വരാജ് മുട്ടയടിക്കുന്ന കാണാൻ ഇങ്ങനെ നോക്കിയിരിക്കും. പക്ഷെ അവർക്ക് അതിന് അവസരം കിട്ടിയില്ല. അതെന്തായാലും കൊള്ളാം. ശരത് പവാറും ഒരു നിലപാടെടുത്തു. നാഷണലിസ്റ്റ്, അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് ഇപ്പോൾ നാഷണലിസ്റ്റ് കോൺഗ്രസ് പാർട്ടി എന്നുള്ള അങ്ങനെയുള്ള കൂറുള്ള രാജ്യസ്നേഹമുള്ള ഒരു നിലപാടെടുത്തു. അവരും കൂടി ഇപ്പോൾ NDA-യിലേക്ക് വരാൻ പോകുന്നു എന്നുള്ളതാണ് നമ്മുടെ ചരിത്രത്തിന്റെ മറ്റൊരു വലിയ അത്ഭുതം കാത്തുവെച്ച്. സാർ, ഒരു സത്യസന്ധമായിട്ട് വളരെ ഒരു പ്രായോഗികമായിട്ടുള്ള രാഷ്ട്രീയത്തിൽ ഞാനൊരു കാര്യം വ്യക്തമായിട്ട് പറയാം. ഒരു ദേശവിരുദ്ധനായ ഒരു കളങ്കരഹിതൻ, അഴിമതിയില്ലാത്തൊരു രാഷ്ട്രീയക്കാരനെയാണോ അഴിമതിക്കാരനായ ഒരു ദേശീയവാദിയാണോ ഞാൻ പ്രിഫർ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ പറയാം അഴിമതിക്കാരനായ ദേശീയവാദിയാണ്. കാരണം ദേശവിരുദ്ധനായിട്ടുള്ള അഴിമതിയില്ലാത്തൊരുത്തൻ ഭാരതത്തെ 16ആയിട്ട് വിഭജിക്കുന്നതിൽ പുള്ളിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല. അഴിമതി കോടിക്കണക്കിന് സമ്പാദിച്ചു കൊണ്ടുപോയ ഒരു ദേശീയവാദി അവൻ്റെ രാജ്യത്തിനെതിരെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ മുന്നിൽ നിൽക്കും. ഒരു കാര്യം, ദേശസ്നേഹിക്ക് ഒരിക്കലും ഒരു അഴിമതിക്കാരനാവും അവൻ സാധിക്കില്ല. ഞാനൊരു സാങ്കല്പിക സാഹചര്യം പറഞ്ഞതാണ്. തീർച്ചയായിട്ടും. അപ്പോൾ സാർ, എനിക്ക് തോന്നുന്നത് ഇനി പുസ്തകം വരുമ്പോഴേ നമുക്കതിന്റെ കൂടുതൽ കണ്ണീരിന്റെ കഥകൾ അറിയുവാൻ സാധിക്കുകയുള്ളൂ. വാരിക്കോരി അങ്ങോട്ട് മെഴുകുന്നുണ്ടോ? അതെ, നല്ല ചെലവ് കിട്ടാൻ വേണ്ടി. ഇത് നമുക്ക് പറയാനുള്ളത് മാതൃഭൂമിക്ക് സാർ നേരത്തെ പറഞ്ഞ മലയാള പരിഭാഷ തീർച്ചയായിട്ടും ബുക്സ് പ്രസിദ്ധീകരിക്കും. ഒരു കാണാം
തീർച്ചയായിട്ടും അതൊരു സന്തുലിതമായിട്ടുള്ള ഒരു റിപ്പോർട്ടിംഗ് വേണമെന്നുണ്ടെങ്കിൽ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഒരു ഇന്റർവ്യൂവും കൂടി അതുകൂടി അത് നറേറ്റീവ് അല്ല, നറേറ്റീവുകൾ കൊണ്ട് ശില്പിക്കുന്ന അൽഗോരിതങ്ങൾ കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്ന അതെ ഒരു PR ആണ്. PR വർക്ക്. ആ പടവും പേരും എല്ലാം തന്നെ ബിലോങ്ങിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ അങ്ങ് ഭാരതം ഉൾക്കൊണ്ടു, അല്ലെങ്കിൽ ഞാൻ ഇവിടെ വന്ന് ഭാരതീയർക്ക് എന്തോ ഒരു സൗജന്യം ചെയ്യുന്നത് പോലെ. ഒരു കാര്യം കൂടി എടുത്തു പറയണം സാർ, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പറയാറുള്ളതാണ്, 68 വിവാഹിതയായി അവരിവിടെ എത്തുന്നു. 83 അവർ ഭാരത പൗരത്വം സ്വീകരിക്കുന്നത്. 13ഓളം വർഷങ്ങൾ. അപ്പോൾ എനിക്ക് തോന്നുന്നത് നമുക്ക് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി വ്യക്തമായിട്ട് പറയണം. പലർക്കും പ്രേക്ഷകർക്ക് ഒരു സംശയം തോന്നാം, ഇത്തരം പൗരത്വത്തെ സംബന്ധിച്ച്, അതായത് അമ്മയുടെയും മകൻ്റെയും കാര്യത്തിൽ, സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും കാര്യത്തിൽ ഇത്തരം സംശയങ്ങൾ നിലനിൽക്കുമ്പോൾ, അതായത് സാറ് പറഞ്ഞ പോലെ രാഹുൽ ഗാന്ധി ഭാരതത്തിലാണ് ജനിച്ചത്, മറ്റെവിടെയെങ്കിലുമാണ് ജനിച്ചതെങ്കിലും ഇറ്റലിയിലെ നിയമം അനുസരിച്ച് ഇറ്റാലിയൻ പൗരന് എവിടെ വെച്ച് ഒരു കുട്ടി ജനിച്ചാലും അത് സ്വാഭാവികമായി തന്നെ ഇറ്റലിക്കാരനാകുമെന്നുള്ള ആ പൗരത്വത്തിൻ്റെ സംശയത്തെക്കുറിച്ച് BJP സർക്കാർ എന്തുകൊണ്ട് നടപടികളൊന്നും എടുക്കുന്നില്ല എന്നുള്ള ആ നടപടികൾ കൃത്യമായിട്ടുള്ള ക്രമപ്രകാരം തന്നെ നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. സുബ്രഹ്മണ്യ സ്വാമി തന്നെ കൊടുത്തൊരു കേസുണ്ട്. ഇനി ആഭ്യന്തര മന്ത്രാലയം കോടതിയിൽ രേഖകൾ സമർപ്പിച്ച് ഇത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഭാരതത്തിൻ്റെ രാഷ്ട്രീയത്തിൽ തന്നെ നമുക്ക് ലഭിക്കാവുന്ന, സാധാരണക്കാർക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയൊരു ആഘാതമായിരിക്കും അത്. പക്ഷേ അത് തന്നെ രാഷ്ട്രീയമായി അവർ ഉപയോഗിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോഴത്തെ PR ആയിട്ട് അതാ ഞങ്ങളെ പീഡിപ്പിക്കുന്നു, വേട്ടയാടുന്നു, ഇത്രയും കാലം ഭാരതത്തിന് വേണ്ടി പ്രവർത്തിച്ച എൻ്റെ അമ്മയ്ക്ക് പൗരത്വം നഷ്ടപ്പെടുന്നു, അതിനും കൂടി വേണ്ടിയിട്ടായിരിക്കണം ഒരുപക്ഷെ ഈ SIR പോലുള്ള പുസ്തകം ഇറക്കുന്നത്. SIR പോലുള്ള ആരാണ് ഭാരത പൗരത്വം ത്തിനർഹർ എന്നുള്ള ചോദ്യത്തിനെ അവർ എതിർക്കുന്നതും. എന്തായാലും വരും ദിവസങ്ങൾ പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിൻ്റെ വാഴ്ത്തുപാട്ടുകൾ നമ്മുടെ മലയാള മാധ്യമങ്ങൾ ചെയ്യുമെന്നുള്ളത് ഉറപ്പാണ്. പക്ഷേ ഒരു മറുവശം അവതരിപ്പിക്കാനും ആരെങ്കിലും വേണമല്ലോ, നമ്മളിവിടെയൊക്കെ തന്നെ ഉണ്ടാകും ആ മറുവശവുമായിട്ട്. അപ്പോൾ എന്തായാലും വളരെ നന്ദി സാർ, വീണ്ടും കാണാം, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.